Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഞാൻ ഡിസ്ലൈക്ക് ചെയ്യണം. ഇതേപോലെ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഡിസ്ലൈക്ക് ചെയ്യുന്ന പോലെ ചെറിയൊരു ക്ലിപ്പ് ജസ്റ്റ് ഫോർ ഫൺ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ്. സോ ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സോട് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കണം. അതിൽ ആദ്യത്തെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബിൽ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ അതിലൊരു വീഡിയോ എടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യണത് അതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇതേപോലെ ഫസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാത്തൊരു ഒരു ഇത് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇമേജ് വെച്ചിട്ട് ക്ലിപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അതിങ്ങനെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാനതാ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് പ്ലേ ചെയ്യുന്ന പോലെ ഫസ്റ്റ് 0 ലൈക്ക് നമ്മൾ ലൈക്ക് പ്രസ് ചെയ്യാത്ത ഒരു ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈക്ക് പ്രസ് ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കുക. ഈ 2 ഫോട്ടോസ് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു 2 ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്ന പോലെ 2 സ്ക്രീൻഷോട്ട് ഇല്ല. ഇനി അതൊരു ക്ലിപ്പ് പോലെ ആക്കണം. കാരണം നമുക്ക് ക്ലിപ്പ് പോലെ ഒരു ക്ലിപ്പായ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്സ് നമുക്ക് ക്രോമാക്കി യൂസ് ചെയ്തിട്ട് ആ കളർ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഒരു ഇമേജ് ആഡ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ആ പ്ലസ് പുതിയതായിട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് അമർത്തിയിട്ട് ഡാഷ്ബോർഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഞാൻ ആൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഓപ്പൺ ചെയ്യണേ. സോ ഞാൻ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ആദ്യം ലൈക്ക് ചെയ്ത ഇപ്പോൾ ഇത് ആക്ച്വലി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ ആക്ച്വലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. തീം ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും എന്താ പറയുക യൂട്യൂബ് നമ്മുടെ സ്ക്രീൻഷോട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ലൈക്ക് ഉള്ളത് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ എത്ര സമയം വേണോ സാധാരണ ഇനീഷ്യലി അതൊരു 10 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പോരാ, നിങ്ങളൊരു 40 സെക്കൻഡ് ഉള്ള പോലെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സേവ് കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് HDയിൽ എക്സ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നമ്മുടെ ലൈക്ക് ചെയ്യാത്ത അടുത്ത ക്ലിപ്പും ഇതേപോലെ ആഡ് ചെയ്യുക. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ട് അതൊന്നൊരു 40 സെക്കൻഡായിട്ട് ഒരു ക്ലിപ്പ് പോലെ ആക്കിയിട്ട് അതും എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇതേപോലെ തന്നെ നമുക്ക് ക്ലിപ്പായിട്ട് ചെയ്താലേ നമുക്ക് ക്രോമാക്കി എടുത്തിട്ട് നമ്മുടെ പിക്ചറിൽ നമ്മൾ ഈ ഗ്രീൻ ഏരിയയിൽ നമ്മുടെ പിക്ചർ വരണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗ്രീൻ കളർ വരാതിരിക്കണം. അപ്പോൾ നമ്മൾ ക്രോമാക്കി വെച്ച് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണത്. സോ ഇത് രണ്ടും ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിക്ക് പോകാം. സോ ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള മൊബൈൽ സ്ക്രീനെല്ലാം ആയി. ഇനി നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ ഞാനിത് ഇവിടെ ആൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ. ജസ്റ്റ് നിങ്ങൾ ഈ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസിൽ പച്ച കളറോ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളർ, മഞ്ഞ കളറ്, ഡാർക്ക് ബ്ലൂ ഇങ്ങനത്തെ കളർ, ഇങ്ങനെ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാകുന്ന തരത്തിലുള്ള കളേഴ്സ് നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു തുണി ആയാലും മതി. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ, ഞാനിപ്പോൾ ഒരു ടേബിളിൻ്റെ പിന്നിലാണ് ഇരിക്കുന്നത്. ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ആവണ്ട, കുറച്ച് ഡാർക്ക് ആവണ പോലെ ചെയ്താൽ ഇനിയും കുറച്ചുകൂടി ഭയങ്കര ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ആ ക്രോമാക്കി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് വരും. സോ ഞാനിപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ കുറേ താഴത്തോട്ട് പോയിട്ട് ഇത് ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട പോലെ ക്ലിക്ക് ചെയ്യേണ്ട, കുറച്ച് നോർമൽ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ 2 തവണ ക്ലിക്ക് ചെയ്യുന്ന പോലെ കാണിക്കുക. ഇപ്പോൾ ഞാൻ നോക്കൂ, ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാനിത് ഇവിടെ ലൈക്ക് ചെയ്തു, ഡിസ്ലൈക്ക് ചെയ്യുന്ന പോലെ കാണിച്ചു. എന്നിട്ട് ഈ ക്ലിപ്പ് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി കൈൻമാസ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം. സോ അത് നോക്കുക എങ്ങനെയാണ്. സോ അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്സൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആൾറെഡി ചെയ്ത പ്രൊജക്റ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ആൾറെഡി ചെയ്ത് വെച്ച പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ അത് ഞാനിവിടെ എടുത്ത് ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ എടുത്ത ഉടനെ നിങ്ങളിത് ഇതേപോലെ ബ്ലാക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വീഡിയോസ് ഉണ്ട്. ആദ്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാത്ത യൂട്യൂബിൻ്റെ ഒരു ക്ലിപ്പില്ല, അത് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ലൈക്ക് ചെയ്തത് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ കൈ പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആൾറെഡി ചെയ്ത ഒരു വീഡിയോ ഞാൻ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ നമ്മളിത് ക്രോമാക്കി ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇപ്പോൾ ക്രോമാക്കി ഇല്ലാതെയാണ് ഇത്. ഇപ്പോൾ ഞാൻ ക്രോമാക്കി എനേബിൾ ചെയ്തതും ആ ഗ്രീൻ കളർ അവിടെ പോയി. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് അതവിടെ പ്ലേസ് ചെയ്തു. സോ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനനുസരിച്ച് നിങ്ങളുടെ ഇമേജിനും വീഡിയോയിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതൊക്കെ മാറ്റാം, സൈസ് ഇൻക്രീസ് ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൻ്റെ സ്ക്രീൻ സൈസൊക്കെ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ വെച്ചു. ഞാനിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പുറത്ത് വന്നിട്ട് തൊടുന്നില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ക്ലിപ്പ് എൻഡ് ചെയ്യണം. അതായത് നമ്മൾ ലൈക്ക് ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ക്ലിപ്പ് എൻഡ് ചെയ്തു. ഇതെവിടെ എൻഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഇതവിടെ എൻഡ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് കുറച്ച് നേരത്തിന് ഞാൻ മറ്റേ ലൈക്ക് ചെയ്ത പോലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊടുന്നു. അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് മാറിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ഞാൻ ലൈക്ക് ചെയ്ത് അൺലൈക്ക് ചെയ്ത് പിന്നെ ഒന്നുകൊണ്ട് ലൈക്ക് ചെയ്യുമല്ലോ. സോ അത് ഞാൻ ഇവിടെ നോക്കും. ഞാൻ രണ്ടാമത് ലൈക്ക് ചെയ്തിട്ട് അൺലൈക്ക് ചെയ്യാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ അത് പിന്നെയും മാറി. അതായത് ആ ഫസ്റ്റ് ഒരു ക്ലിപ്പ് ലൈക്ക് ചെയ്യണ പോലത്തെ അത് ലൈക്ക് പ്രസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ക്ലിപ്പ്, ലൈക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ്, പിന്നെ അതേ പഴയ ക്ലിപ്പ് നമ്മൾ രണ്ടാമത് കൊടുന്നു വെച്ചു. അപ്പോൾ ഞാനിത് അങ്ങനെ കറക്റ്റ് ആ ടൈമിങ്ങിനനുസരിച്ചിട്ട് ഇങ്ങനെ ആ 3 ക്ലിപ്പും ഒന്നൊന്നായിട്ട് വെച്ചു. അതായത് നമ്മൾ ഇത് ശ്രദ്ധിക്കണം വെച്ചാൽ ഈ 3ഉം കറക്റ്റായിട്ട് ടൈമിങ്ങിന് സെറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ കൈ കറക്റ്റായിട്ട് ആ ലൈക്കിൻ്റെ മേലെ വരുന്ന പോലെ അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് എവിടെ വരണം വെച്ചാൽ അവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം ഒരു കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ടൈമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ടാണ്ട് സേവ് ചെയ്യുക. അതായത് നമ്മളിവിടെ ഇപ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കൊടുത്തിട്ട് ബാക്കി എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മൾക്ക് വേണ്ട റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരു എഡിറ്റിംഗ് വർക്ക് കൂടി അതിൽ ചെയ്യാണ്ട്. അപ്പോൾ ഇത് സേവ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആ വീഡിയോ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത് വെച്ച വീഡിയോ നിങ്ങൾ എന്താ വെച്ചാൽ പിന്നെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക കൈൻമാസ്റ്ററിൽ. എന്നിട്ട് ആ വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ സ്പേസിന് വന്നിട്ടുണ്ടാവും. നമ്മളിനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ അത് ആ സ്ക്രീൻ മാത്രം എങ്ങനെ കാണിക്കുക എന്നാണ് ചെയ്യാൻ പോകുന്നത്. അത് അവിടെ തന്നെ ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ അത് അവിടെ കുറേ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് അത് നമുക്കൊരു തരത്തിൽ നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യാതെ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് സേവ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യണത്. സോ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഇത് വെച്ച് മറച്ചിരിക്കുകയാണ് അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലെയറിൽ പോവാം. എന്നിട്ട് മീഡിയ പോവാം. എന്നിട്ട് ഇതവിടെ ഫോട്ടോസിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു സ്മോൾ ബോക്സ് ആയിരിക്കും. അതിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അതൊന്ന് വയ്ക്കുക. അതിനുശേഷം വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അത് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലും വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ രണ്ടും വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് നമ്മുടെ ആ സ്ക്രീൻ പോലെ അത് പ്ലേസ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി എക്സ്ട്രാ ഇതെല്ലാം ട്രിം ചെയ്ത് കളയുക. എന്നിട്ട് അവസാനം എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്.
അപ്പോൾ ഏത് റെസൊല്യൂഷൻ വെച്ചാൽ HD ഏതാച്ചാൽ കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. സോ ഇതാണ് ഞാൻ എൻ്റെ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ജസ്റ്റ് ഒരു വലിയൊരു ഇതൊന്നുമല്ല. സാധാരണ ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ ഇതേപോലത്തെ വേറെ കുറേ കണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ പല പല ടൈപ്പിൽ ഇതേപോലെ ചെയ്യുന്നത് കണ്ടായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ആലോചിച്ചപ്പോൾ ഓക്കെ ഇങ്ങനെ നമ്മൾ യൂട്യൂബിനും ചെയ്ത് നോക്കാൻ വെച്ചിട്ട് യൂട്യൂബിനും ചെയ്തതാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് തോന്നുന്നുണ്ട്. കാരണം അത് ഇമേജ് മോഷൻ ആയിട്ടുണ്ടായിരിക്കില്ല. ഇതാണ് കുറച്ച് മോഷൻ ഇമേജസ് ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയും ചെയ്ത് നോക്കൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാം. ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാകാൻ കൺഫ്യൂസായി പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഇൻ ആൻഡ് ഔട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഷെയർ ചെയ്യാം, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.